നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് ഇ.ഡി. നിഗമനം. കൊച്ചി മിനറൽ സാൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് ശശിധരൻ കർത്തിയെയും ചോദ്യം ചെയ്യുമെന്ന് സൂചനയുണ്ട്. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചനകൾ. കരിമണൽ കമ്പനിയായ CMRൽ നിന്നും മാസപ്പടി വാങ്ങിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്നും രേഖകൾ ആവശ്യപ്പെടും. മാസപ്പടി കേസിൽ CMRലെ ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്നാവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി കഴിഞ്ഞു. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശമുള്ളത്. ധനകാര്യ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുള്ളത്. മറ്റുദ്യോഗസ്ഥരെയും ഉടൻ വിളിപ്പിക്കും. ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന ഇവരിൽ ചിലർ നേരത്തെ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണത്. മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട്. മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMR നൽകാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ വായ്പ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരവെയാണ് ഇ.ഡി. അന്വേഷണവും നടക്കുന്നത്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMR, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണം നേരിടുന്നത്. വീണ പറയുന്നത് മറ്റൊരു കഥയാണ്. KSIDCക്ക് 13.4% ഓഹരികൾ CMRലുണ്ട്. എന്നാൽ ഞാനോ കുടുംബാംഗങ്ങളോ KSIDCയുമായി ബന്ധമുള്ളവരല്ല. ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ അനൌദ്യോഗിക അംഗമായി പോലും ഞാനോ ബന്ധുക്കളോ ഇല്ല. KSIDC 40 കമ്പനികളിൽ ഓഹരി വാങ്ങിയിട്ടുണ്ട്. അവരുടെ ബിസിനസിന്റെ ഭാഗമാണത്. CMR കമ്പനി ഓഹരി വാങ്ങുന്നത് 1991-ലാണ്. അന്ന് ഞാനോ കുടുംബാംഗങ്ങളോ സർക്കാരിന്റെ ഭാഗമല്ല. KSIDCയുടെ ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കല്ല റിപ്പോർട്ട് ചെയ്യുന്നതെന്നും വീണ മറുപടിയിൽ വിശദീകരിക്കുന്നു. തൽപര കക്ഷികൾ തമ്മിലെ ഇടപാടായി ഇതിനെ കാണുന്നത് വസ്തുതാപരമായും നിയമപരമായും തെറ്റാണെന്നും അവർ പറയുന്നു. കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച ഫയലിംഗിൽ വന്ന ചെറിയ സാങ്കേതിക പിഴവുകൾ കമ്പനി നിയമത്തെപ്പറ്റി വീണയ്ക്കുള്ള അറിവില്ലായ്മ കാരണം ഉണ്ടായതാണെന്നും അത് മനഃപൂർവ്വമല്ല എന്നും മറുപടിയിൽ പരാമർശമുണ്ട്. കർണാടക ROC സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ എക്സാലോജിക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവും അഴിമതി നിരോധന നിയമവും ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു. തുടരന്വേഷണം EDയെയും CBIയെയും ഏൽപ്പിക്കണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എക്സാലോജിക്കിനും അവർക്ക് അവിഹിതമായി സാമ്പത്തിക സഹായം നൽകിയെന്ന ആരോപണമുള്ള കൊച്ചിയിലെ CMRലുമെതിരെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതാണ് വീണ കുരുങ്ങാനുള്ള സാഹചര്യം. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം വീണയ്ക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭിച്ചു എന്ന അനുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. മകൾ മാസപ്പടി കൈപ്പറ്റിയതിനെ കുറിച്ചുള്ള അന്വേഷണം പിണറായിയിലേക്കും നീളുമെന്ന് വ്യക്തമാണ്. സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും PV എന്ന ചുരുക്കപ്പേരുള്ളയാൾ കോടികൾ കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സ്റ്റേറ്റ്മെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട്. ഇതിൽ പറയുന്ന PV താനല്ലെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ആരും അത് മുഖവിലക്കെടുക്കില്ല. അഴിമതി കേസുകളുടെ കാര്യത്തിൽ പാർട്ടി നേതാവ് നിലയ്ക്കും മുഖ്യമന്ത്രി നിലയ്ക്കും പിണറായി വിജയന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷം പറയുന്നു. പണം കൈപ്പറ്റിയ മറ്റു ചില നേതാക്കളുടെ ചുരുക്കപ്പേരുകളും റിപ്പോർട്ടിലുണ്ട്. തങ്ങൾ കൈപ്പറ്റിയത് പാർട്ടികൾക്കായുള്ള സംഭാവനകളാണെന്ന് ഈ നേതാക്കൾ പറയുകയുണ്ടായി. ഇങ്ങനെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ല. കിട്ടിയ പണം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാത്തതാവാൻ കാരണം. വിവാദത്തിൽപ്പെട്ട കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇഡിയുടെ അന്വേഷണം ഇതിലേക്കൊക്കെ നീളുമെന്നാണ് കരുതേണ്ടതും.